അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കി, അതായത് നമ്പർ ഓഫ് ആറ്റം എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ നമ്പർ 2 അതാണ് നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലുണ്ട്, അത് നോക്കി അതുപോലെ ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം, ഞാൻ ആൻസർ മാത്രമേ ഇവിടെ വർക്ക് ചെയ്ത് കാണിക്കുകയുള്ളൂ. ദ നമ്പർ ഓഫ് ആറ്റം ഇൻ 1 മോൾ ഓഫ് ഈസ് 6.10⁻23. അതായത് 1 മോൾ ഓഫ് ഇതിന്റെ 6.10⁻23 ആണ്. എങ്ങനെയെങ്കിൽ കാൽക്കുലേറ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് മോൾസ് ഇൻ 14 gram ഓഫ് നൈട്രജൻ ഗ്യാസ്. 14 gram ഓഫ് നൈട്രജൻ ഗ്യാസിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. സെക്കൻഡ് വൺ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 18 gram ഓഫ് വാട്ടർ. ഇൻ 18 gram ഓഫ് വാട്ടർ ഹൗ മെനി atoms are there? Then number of chlorine ions in 111 gram of anhydrous calcium chloride. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. So the first one ഏതാ കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റം ഇൻ 18 gram. അത് ഞാൻ എടുക്കട്ടെ. നമ്പർ ഓഫ് first one, number of moles, moles ആണ് molecules ആണ് molecules of nitrogen gas. നൈട്രജൻ എത്രയാണ്? 14 ഗ്രാമിലേ ഉള്ളത്. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് മോളാർ മാസ് ഓഫ് നൈട്രജൻ എത്രയായിരിക്കും? മോളാർ മാസ് ഓഫ് നൈട്രജൻ എന്ന് പറയുന്നത് എത്രയാ? ഒരു നൈട്രജൻ 14, അങ്ങനെയാണെങ്കിൽ രണ്ടെണ്ണം ആകുമ്പോൾ 40 × 2 എത്ര കിട്ടും? 28 gram. ദെൻ അങ്ങനെയാണെങ്കിൽ ഫോർമുല മോൾസ് കണ്ടുപിടിക്കുന്ന ഫോർമുല എത്രയാണ്? 14 ഒരു മോളെ ഡിവൈഡഡ് ബൈ അതിന്റെ മോളാർ മാസ് 28 അല്ലെ? 28 അത് ചെയ്ത് കഴിയുമ്പോൾ എത്രയാണ്? 0.5 എന്ന് പറഞ്ഞ് കിട്ടും. ചെയ്യുമ്പോൾ എളുപ്പമാണ്. പിന്നെ അപ്പൊ നമുക്ക് മോൾസ് അല്ല കണ്ടുപിടിക്കുക, മോളിക്യൂൾസ്, നമ്പർ ഓഫ് മോളിക്യൂൾസ്. അതായത് ഒരെണ്ണത്തിൽ 0.5 ഉണ്ട് എന്നുണ്ടെങ്കിൽ എത്രയാണ് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈക്വൽ ടു 0.5 × 6.022 × 10⁻23. ഇതാണ് എൻ്റെ ആൻസർ. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തെറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ, അതായത് ഈ 10⁻23 അവിടെ നിർത്തുക, ബാക്കിയുള്ള ഈ ഇത്രയും വാല്യൂസ് വേണം ഇൻഡ്യൂ ചെയ്യാൻ. 10⁻23 കിട്ടുന്ന ഉത്തരത്തിന്റെ കൂടെ അങ്ങ് എഴുതിയാൽ മതി. ഇനി തെറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ അവിടെ വെച്ച് നിർത്തുക. കാരണം ഇനി ഇത് സോൾവ് ചെയ്ത് തെറ്റിക്കാൻ പോകുന്നതിലും നല്ലത് ഇവിടെ കൊണ്ട് നിർത്തുക. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 3 × 10⁻23 മോളിക്യൂൾസ് എന്ന് പറഞ്ഞ് കിട്ടും. മനസ്സിലായോ? എളുപ്പമാണ്. ഇനി ഇതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ബി. ആറ്റംസ് ഇൻ 18 gram ഓഫ് വാട്ടർ. ആറ്റംസ് ഇൻ 18 gram ഓഫ് വാട്ടർ, ദാറ്റ് ഈസ് H2. 1 mol ഓഫ് H2, ഒരു മോൾ ഓഫ് H2O എത്രയാണുള്ളത്? 6.022 × 10⁻23. നേരത്തെ തൊട്ട് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ ഈ വാട്ടറിൽ എത്രയുണ്ട്? വാട്ടറിൽ എത്ര ആറ്റംസ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്? അല്ലെങ്കിൽ എത്ര ആറ്റംസ് ഉണ്ട്? ഹൈഡ്രജൻ 2, ഓക്സിജൻ 1. അപ്പൊ ടോട്ടൽ 3 ആറ്റംസ് ഉണ്ട് അല്ലെ? അപ്പൊ മൊത്തത്തിൽ എത്രയാണ്? 3 ആറ്റംസ് ഉള്ളത് കൊണ്ട് അവരുടെ എത്രയാണ് ഉണ്ടാവുക? 1 മോൾ H2 എത്രയാണെങ്കിൽ 3 മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ 3 × 6.022 × 10⁻23. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പറയാം 1.8 × 1.8066 × 10⁻24 എന്ന്. അത്രയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 10⁻23 എഴുതിയിട്ട് നിങ്ങൾ ഇത് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാലും മതി. ഈ 10⁻24 അങ്ങനെ കിട്ടിയേ, ഇതിൻ്റെ അറ്റത്തൊരു 0 ഉണ്ടായിരുന്നു, അത് അങ്ങോട്ട് പോയി, അത് അവർക്ക് അങ്ങോട്ട് കൊടുത്തപ്പോൾ നമ്മൾ ഒരു പ്ലേസ് കയറ്റി, ഒരു പ്ലേസ് കയറ്റി നമ്മൾ ഇവിടെ ഇങ്ങനെ ഡോട്ട് ചെയ്തത്. അതായത് 6 × 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 18. അതായത് ഉത്തരം എങ്ങനെ വരും? 18.066 × 10⁻24 എന്നാ. അപ്പൊ നമ്മൾ അതിനെ ഇങ്ങനെ എഴുതിയാലും ശരി തന്നെയാണ്. ഇങ്ങനെയുള്ളത് നമ്മൾ എഴുതി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെസിമൽ ഇങ്ങോട്ട് കയറ്റിയിട്ടു. അതായത് എങ്ങനെ 1.8, അത് ഒരു പ്ലേസ് നമ്മൾ ഇങ്ങോട്ട് കയറ്റിയിട്ടത് കൊണ്ടാണ് 23 എന്നുള്ളത്, 10⁻23 എന്നുള്ളത് 24 ആയത്. ഓക്കെ, ദെൻ തേർഡ് ക്വസ്റ്റ്യൻ. ഇനി അതായത് കാൽഷ്യം ക്ലോറൈഡിൽ ക്ലോറിൻ അയോൺസിന്റെ പ്രസൻസ് എത്രയുണ്ടെന്ന് നോക്കാം അല്ലെ? അപ്പം
CaCl2. CaCl2നെ നമ്മൾക്ക് ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് Ca2 പ്ലസ് 2Cl എന്ന് വരും. കാരണം ഇവിടെ എത്രയാ 2 ഉണ്ട്, അപ്പൊ അതുകൊണ്ടാണ് ആ 2 അവിടെ വന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ടോട്ടൽ എത്ര അയോൺസ് ഇതിന്റെ അകത്ത് പ്രസന്റ് ആയിട്ടുണ്ട്? ഇവിടെ 1, ഇത് 2. അപ്പൊ മൊത്തത്തിൽ എത്രയുണ്ട്? 3 അയോൺസുകളുണ്ട്. നേരത്തെ നമ്മൾ ചെയ്ത പോലെ അല്ല, 1 മോൾ ഓഫ് CaCl2 എത്ര കിട്ടിയിട്ടുണ്ട്? 3 into 6.022 into 10⁻23 അയോൺസ്. ഇത്രയാണ് ഉള്ളത്. ഓക്കെ ആണോ? എളുപ്പമാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ. അതുകൊണ്ട് ഒന്ന് ചെയ്ത് നോക്കുക. തന്നെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എൻ്റെ ഈ വീഡിയോ കണ്ടതിന് ശേഷം തന്നെ ആ ക്വസ്റ്റ്യനിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടെ. എടുക്കട്ടെ അടുത്ത ക്വസ്റ്റ്യൻ. How many moles of NaOH are present in how many moles of NaOH are present in 106 gram of it? അതായത് NaOH, അതായത് ഹൗ മെനി മോൾസ് ഓഫ് NaOH ആർ പ്രസന്റ് ഇൻ 160 ഗ്രാം, അതായത് 160 ഗ്രാമിൽ എത്ര NaOH മോളിക്യൂൾസുകൾ ഉണ്ട് എന്ന്. അപ്പൊ നമുക്ക് NaOHന്റെ മാസ് അറിയണം. ഫസ്റ്റ് മാസ് ഓഫ് NaOH ഈക്വൽ ടു എന്നിന്റെ എത്രയാണ്? Na എത്രയാണ്? 23 പ്ലസ് ഓക്സിജൻ എത്രയാണ്? 16, ഹൈഡ്രജൻ എത്രയാ? 1. ഇത് മൊത്തം കൂടെ കൂട്ടുമ്പോൾ 40 ഗ്രാം ഉണ്ട് അല്ലെ? ഈ 40 ഗ്രാം എത്ര, ലൈക് 40ന്റെ കൂടെ എത്ര ആഡ് ചെയ്താലായിരിക്കും? ഒരു എളുപ്പ വഴി പറയാം. 160 കിട്ടാനായിട്ട് 40ന്റെ കൂടെ എന്ത് ചെയ്താൽ കിട്ടും? എത്രയോ ഒരു സംഖ്യ കിട്ടാൻ എത്രയോ ഒരു സംഖ്യ ഇൻഡു ചെയ്ത് കഴിഞ്ഞാൽ 160 കിട്ടും അല്ലെ? 160, അതായത് 4 ഇൻറ്റു, നമുക്കറിയാം 4 ഇൻറ്റു 4 എന്ന് വെച്ചാൽ 16. അതിന്റെ കൂടെ 40 ഇൻറ്റു 6 വന്നാൽ 160. അപ്പൊ ഇവിടെ എന്ത് വരണം? 4. അപ്പൊ നമുക്ക് ഇവിടുത്തെ അതായത് ഇങ്ങനെ 40 ഇൻറ്റു ഡാഷ് ഈക്വൽ ടു 160. അപ്പൊ ഇവിടുത്തെ ആളെയാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അവിടുത്തെ ആളെ അറിയത്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഉള്ള ആളിനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് എന്താ ഡിവൈഡ് ചെയ്യും. ദാറ്റ് ഈസ് 160 gram divided by 14. Then 0 get cancelled. Then 4 മോൾസ് ആണ്. 4 മോൾസിലാണ് നമുക്ക് 160 ഗ്രാം കിട്ടുക. മനസ്സിലായി? എളുപ്പമാണ് അതൊക്കെ. വാട്ട് ഈസ് ദ മാസ് ഓഫ് എ ഗ്രാം ഓഫ് 2.5 മോൾ ഓഫ് സ്ലൈക്കറ്റ് ലൈം NaOH? സ്ലൈക്കറ്റ് ലൈം NaOHൽ, അതായത് 2.5 മോൾസ് ഓഫ് സ്ലൈക്കറ്റ് ലൈമിൽ എത്ര ഗ്രാം ഉണ്ടാകും എന്ന്. അതായത് അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ കണ്ടുപിടിക്കണം. മാസ് ഓഫ് 1 mole of slaked lime, 1 mole of slaked lime, CaOH twice. അതിന്റെ അകത്ത് Ca എത്രയാണ്? 40 ആണ് അല്ലെ? ഈ 2 വന്നു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, ആ 2നെ നമ്മൾ എങ്ങനെ എഴുതണം? എല്ലാവർക്കും കോമൺ ആയിട്ട് എഴുതണം. ഈ 2 ഇങ്ങനെ താഴെ വരുന്നത്. എന്നിട്ട് ഇൻറ്റു ബ്രാക്കറ്റിനുള്ളിൽ ഓക്സിജൻ എത്രയാ? 16 പ്ലസ് ഹൈഡ്രജൻ 1 അല്ലെ? വിച്ച് ഗീവ്സ്, ഇതെങ്ങനെ ഈ 2 എന്ത് ചെയ്യും? ആദ്യം ഇങ്ങനെ വെച്ച്, അതായത് ബോർഡ് മാസ്, ബോർഡ് മാസ് വെച്ചാണ്. അതായത് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ആദ്യം ഡിവിഷൻ ഉണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, ഇങ്ങനെ. അപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്ക് ഏതാണുള്ളത്? ലൈക് മൾട്ടിപ്ലിക്കേഷനോ അഡീഷനോ ഉള്ളത്. അപ്പൊ ആദ്യം എന്താ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന വെച്ചാൽ 2 into 16 പ്ലസ് 2 into 1 2 എന്ന് പറഞ്ഞ് എഴുതണം. എന്നിട്ട് ഏതാ ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ. എവിടെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്യണോ അവിടെ എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ആ ഉത്തരം എഴുതിയിട്ട് എല്ലാം കൂടെ കൂട്ടുക. അങ്ങനെ ആയിരിക്കണം ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കേണ്ടത്. അല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റും. അപ്പൊ ഇതിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 74 ഗ്രാം ആണ് നമുക്ക് കിട്ടുന്നത്. 74 ഗ്രാം. അപ്പൊ ഇത് 1 മോളിന്റെ കാര്യമാണ് ഈ 74 എന്ന് പറയുന്നത്. അപ്പൊ 2.5 എന്നാ പറഞ്ഞത്. 2.5 എന്ന് പറയുമ്പോ എത്ര? 2.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? 2.5 into 74 ഇത്ര ചെയ്യണം. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 185 എന്ന് പറഞ്ഞു. ഇത് ഏത് കണ്ടുപിടിക്കാനാണ്? ഗ്രാമിലാണ്. അപ്പം യൂണിറ്റ് എത്രയായിരിക്കും? ഗ്രാമിലായിരിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്, ഇങ്ങനെ യൂണിറ്റുകൾ എഴുതി വേണം ചെയ്യാൻ. അടുത്തത്, കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് 1 atom of oxygen and 1
സെക്കൻഡ് വൺ 1 മോൾ ഓഫ് ഓക്സിജൻ. അതായത് ഒരു ആറ്റം ഓഫ് ഓക്സിജന്റെ മാസും ഒരു മോളിക്യൂൾ ഓഫ് ആറ്റത്തിന്റെ മാസും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ എക്സാമ്പിൾ 5 അഞ്ചാമത്തെയാണ്. നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം ഇൻ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം ഈസ് 60 gram ഓഫ് ആറ്റോമിക്. അതായത് ആറ്റമായിട്ട് വരികയാണെങ്കിൽ എത്രയാണ്? ഓയാണ് ആറ്റം, മോളിക്യൂൾ ആണ് O2 ഫോമിൽ അല്ലെ. അപ്പൊ ഈ ഫസ്റ്റ് വൺ ഇതിന്റെ കണ്ടുപിടിക്കണം. അപ്പം ഒരെണ്ണത്തിന്റെ എങ്ങനെയാണ് എന്ത് കണ്ടുപിടിക്കണം? മാസ് കണ്ടുപിടിക്കാനാണ്. അപ്പം ഒരെണ്ണം നമുക്കറിയാം 1 മോൾ എത്രയാണ്? 1 മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 ഗ്രാം ആണ് അതിനകത്ത്. അപ്പൊ 16 ഗ്രാം ആണ് 1 മോൾ എങ്കിൽ അവിടുത്തെ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം എന്ന് പറയുന്നത് 6.022 into 10⁻23 ആണ് അവിടെ ഉള്ളത്. ദെൻ മാസ് ഓഫ് 1 ആറ്റം ഓഫ് ഓക്സിജൻ. ഇനി അതിന്റെ അകത്ത് ഒരു ആറ്റം ഓഫ് ഓക്സിജന്റെ കണ്ടുപിടിക്കണം. ഒരു ആറ്റം ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് 1 മോള് എന്ന് പറഞ്ഞാൽ 16 ഡിവൈഡഡ് ബൈ 6.022 into 10⁻23. ഇത് 1 മോളിലുള്ള വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് ഒരു ആറ്റത്തിന്റെയാണ്. അപ്പോൾ ഒരു ആറ്റത്തിൽ നിന്ന് ഒരു മോളിക്യൂളിന്റെ കണ്ടുപിടിക്കാൻ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 2.657 into 10⁻23 gram -23 gram. ഓക്കെ, -23 ഇതാണ്. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇപ്പൊ അപ്രോക്സിമേറ്റ് ഏകദേശം കറക്റ്റ് ആയിട്ട് എഴുതുക, യൂണിറ്റും കറക്റ്റ് ആയിട്ട് എഴുതേണ്ടി വരും. ഇതാണ്. ദെൻ അങ്ങനെയെങ്കിൽ മാസ് ഓഫ് 1 മോൾ ഓഫ് ഓക്സിജനോ, ഒരു മോൾ ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മോളിക്യൂൾസ് ഓഫ് ഓക്സിജൻ എന്ന് O2, അതായത് 2 മോളിക്യൂൾസ് ഉണ്ട്. അതായത് 16 into 2 എന്ന് പറയുമ്പോൾ 32 ഗ്രാം വരും. 32 ഗ്രാം ആണ്. നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം എന്നത് 16. അപ്പൊ അവിടെയുള്ള നമ്പർ ഓഫ് ആറ്റം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 6.022 into 10⁻23 ആയിരിക്കും വരുന്നത്. എന്നിട്ട് ഇപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? മാസ് കണ്ടുപിടിക്കുക. മാസ് എങ്ങനെയാണ്? 32 ഡിവൈഡഡ് ബൈ 6.022 into 10⁻23. ഇനി ഈക്വൽ ടു ഇത് ചെയ്ത് കഴിയുമ്പോൾ ഈ രണ്ട് വാല്യൂ 32 ഡിവൈഡ് ബൈ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 5.314 into 10⁻23 ഗ്രാം. ഇതെങ്ങനെ ഈ മൈനസ് വന്നത്? നേരത്തെ മൈനസ് വന്നു. കാരണം ഈ 10⁻23 എവിടെ? നമ്മുടെ ഡിനോമിനേറ്റർ കിടക്കണം. ആ സാധനത്തിനെ ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ നെഗറ്റീവ് ഇട്ട് കൊടുക്കണം. മനസ്സിലായോ? അങ്ങനെയാണ്. അപ്പൊ മാസ് ഓഫ് 1 മോൾ ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 5.314 ആണ്. ആറ്റത്തിന്റെ വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ്? 2. എത്രയാണ്? 657 ആണ്. അപ്പൊ രണ്ടും രണ്ടാണ്. അതായത് ഏറ്റവും കൂടുതൽ മോളിക്യൂൾസിന്റെ ആണ്. അപ്പം ഏറ്റവും കൂടുതൽ നിൽക്കുന്നതെന്ന് ഓർക്കുക. ദെൻ എക്സാമ്പിൾ 6. ഹൗ മെനി മോൾസ് ഓഫ് സൾഫർ ആറ്റം ആൻഡ് ഓക്സിജൻ ആറ്റം പ്രസന്റ് ഇൻ 1 മോൾ ഈച്ച് ഓഫ് സൾഫ്യൂരിക് ആസിഡ് H2SO4, H2SO3 ആൻഡ് SO2. അതായത് താഴെ തന്നിരിക്കുന്ന ആ മൂന്നെണ്ണത്തിനകത്തും സൾഫ്യൂരിക് ആസിഡിന്റെ മോൾ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, മോൾ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഞാൻ എഴുതാമേ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ സൾഫറിന്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പൊ സൾഫറിന്റെ അത് നമുക്ക് എഴുതി നോക്കാം. അതായത് ഫസ്റ്റ് വൺ H2SO4 സൾഫർ ആറ്റത്തിന്റെ ഓക്സിജൻ ആറ്റം. ഇതിൽ എത്രയാണ് സൾഫർ ആറ്റം ഉള്ളത്? സൾഫർ ഒന്നേ ഉള്ളൂ. ഓക്സിജൻ എത്രയുണ്ട്? 4 ഉണ്ട്. എളുപ്പമല്ലേ എത്രയുണ്ടെന്ന്? ദെൻ അടുത്തത് എത്രയാ? H2SO4 ഇതിന്റെ എത്രയുണ്ട്? S1 SO4 അല്ല, SO4 അല്ല, SO3 ആണ്. അപ്പൊ ഹൈഡ്രജൻ ഓക്സിജൻ എത്രയാണ്? 3 ആണ്. ദെൻ അടുത്തത് എത്രയാണ്? SO2ന്റെ അകത്ത് എത്രയാണ്? 1, ഇതിനകത്ത് 2. ഇങ്ങനെയാണ് പോയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തത് 7th ക്വസ്റ്റ്യൻ. A silicon chip used in an integrated circuit of microcomputer has a mass of 5.68 mg. How many silicon atoms are present in the chip? അതായത് ഒരു സിലിക്കൺ ചിപ്പില് ഒരു ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് മൈക്രോ കമ്പ്യൂട്ടറിന്റെ അകത്ത് ഒരു സർക്യൂട്ടിന്റെ അകത്ത് സിലിക്കൺ ചിപ്പ് ഉണ്ട്. അതിന്റെ മാസ് എന്ന് പറഞ്ഞാൽ 5.68 mg ആണ്. മൈക്രോഗ്രാം ആണ്. ഹൗ മെനി സിലിക്കൺ ആറ്റംസ് ആർ പ്രസന്റ് ഇൻ ദിസ് ചിപ്പ്? അതിൻ്റെ അകത്ത് എത്ര സിലിക്കൺ ചിപ്പുകൾ ഉണ്ട് എന്ന്.
എത്ര സിലിക്കൺ ചിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാം ആറ്റോമിക് മാസ് ഓഫ് സിലിക്കന്റെ ഗ്രാം ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് 28 ആണ്. ഓക്കെ, 28 ആണ് ഗ്രാം. അങ്ങനെ എന്താണ് 28 ആണ്. ഓർത്തോണം സിലിക്കന്റെ എത്രയാണ്? സിലിക്കൺ സിലിക്കൺ 28 ആണ് ഓർത്തോണം. ദെൻ 1 ഗ്രാം ആറ്റമോ സിലിക്കൺ, അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം സിലിക്കൻ്റെ അകത്ത് എത്ര എണ്ണം ഉണ്ട്? 6.022 ഇൻറ്റു 10⁻23 ആണ്. അങ്ങനെയെങ്കിൽ 28 ഗ്രാം ഓഫ് സിലിക്കണിൽ എത്ര? therefore 28 ഗ്രാം ഓഫ് സിലിക്കൺ ആറ്റം കണ്ടെയ്ൻ 28 സിലിക്കൺ ആറ്റം കണ്ടെയ്ൻ ചെയ്യുന്ന എത്രയാണ്? 6.022 ഇൻറ്റു 10⁻23 ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എത്രയാണ് ഇവിടെ? 5.68 മൈക്രോഗ്രാം ആണ്. മൈക്രോഗ്രാമിൽ എത്രയുണ്ട് എന്ന് കണ്ടുപിടിക്കണം. മൈക്രോഗ്രാം എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് എന്ത് ചെയ്യണം? ഇൻറ്റു 1000 ചെയ്യണം. അതായത് ഇതിനെ നമുക്ക് ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഡിവൈഡ് ബൈ 1/1000 ഡിവൈഡ് ചെയ്യണം. അപ്പൊ എങ്ങനെ വരും? നമ്മുടെ അവഗാഡ്രോ നമ്പർ 6.022 ഇൻറ്റു 10⁻23 ഡിവൈഡഡ് ബൈ 28 ഇൻറ്റു 1000 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ഡിവൈഡഡ് ബൈ 28000 ഇൻറ്റു 5.68 ആണ്. അപ്പൊ ഇതിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇത് എന്തുകൊണ്ട് ഇവിടെ 28 എന്ന് പറഞ്ഞാൽ എങ്ങനെ വരുന്നത്? 1000 ഇൻറ്റു 28 ആണ് ഇങ്ങനെ വരുന്നത്. അപ്പൊ ഇതിന്റെ വാല്യൂ വരുന്നത് 1.22 ഇൻറ്റു 10⁻20. കാരണം എങ്ങനെ? ഇവിടെ മൺഡേ 23 അല്ലേ, താഴത്തെ 3 0 വെട്ടി കഴിയുമ്പോൾ 23 3 0 കുറയ്ക്കുക. അപ്പൊ എത്രയായി? 20 ആയി മാറും. 20 ആറ്റംസ് എന്ന് പറഞ്ഞ് നമുക്ക് പറയാം. ഓക്കെ, കിട്ടിയോ? Then, 8th question. Find the number of sodium and sulfate ions in 14.2 gram of sodium sulfate. Find the number of sodium and sulfate ions in 4.2 gram of sodium sulfate Na2SO4. sodium sulfate Na2SO4 ആണ്. സോ അതായത് നമ്മൾ സോഡിയം സൾഫേറ്റ് 14.2 ഗ്രാം സോഡിയം സൾഫേറ്റിനകത്ത് എത്ര സോഡിയവും എത്ര സൾഫേറ്റ് അയോൺസും ഉണ്ട് എന്ന് കണ്ടുപിടിക്കാം. അപ്പൊ എത്ര എണ്ണം ഉണ്ട് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? Na2SO4ന്റെ മോളാർ മാസ്, അല്ലെങ്കിൽ മോളിക്കുലാർ മാസ് ഓഫ് Na2SO4 കണ്ടുപിടിക്കണം. അതായത് Na എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23 എത്ര എണ്ണം ഉണ്ട്? 2 പ്ലസ് എസ് എത്രയാണ്? 16. സോറി, എസ് 16 അല്ല, 32 പ്ലസ് ഓക്സിജൻ എത്രയാ? 16 ഇൻറ്റു 4. ദെൻ നമുക്ക് എത്ര കിട്ടും? 142 AMU കിട്ടും. മനസ്സിലായോ? അപ്പം 42 AMU ഓഫ് ഇതിനെയാണ് നമ്മൾ 1 മോൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ 14.2 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0.1 മോൾ ആണെന്ന്. 0.1 മോൾ ആണ്. അപ്പൊ കണ്ടുപിടിക്കുന്നത്. കാരണം എന്തുകൊണ്ട് നമ്മൾ ഡെസിമലിലോട്ട് കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ നമുക്ക് കണ്ടുപിടിക്കുന്നത് 14.2 ആ. അപ്പൊ നമുക്ക് ഇവിടെ എത്ര കിട്ടി? 142 എന്ന് കിട്ടി. അതാണ് 1 മോൾ. ഇനിയിപ്പോ നമുക്ക് 14.2 കണ്ടുപിടിക്കാനായിട്ട് കുറേ പ്രോസസ് ഉണ്ട്. അപ്പൊ നമ്മൾ എളുപ്പ വഴിയാണ് കണ്ടുപിടിച്ചത്. അതിന് തൊട്ട് മുന്നത്തെ ഒരു ഡെസിമൽ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ഈ മോൾ എന്ന് പറഞ്ഞാൽ 0.1 മോൾ ആക്കി കൺവേർട്ട് ചെയ്തു. എങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് മോൾ എത്രയായിരിക്കും? ടോട്ടൽ നമ്പർ ഓഫ് മോൾ എന്ന് പറഞ്ഞാൽ 0.1 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6.22 ഇൻറ്റു 10⁻22 കിട്ടും. കാരണം ഇത് 1 ആണ്. അപ്പൊ ഒരു ഡെസിമൽ ഇങ്ങോട്ട് അല്ല, ഒരു 0 അങ്ങ് കട്ട് ചെയ്തപ്പോൾ അത് 1 ആയി. ഈ 0 കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഒരു ഇത് മാറി 2 ആയി. ഓക്കെ, അതാണ് വാല്യൂ കിട്ടിയേക്കുന്നത്. ഇനി ഇപ്പോഴും നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വന്നില്ല. അപ്പൊ 1 മോളിക്യൂൾ ഓഫ് Na2SO4 എത്ര കണ്ടെയ്ൻ? അതിൻ്റെ അകത്ത് എത്ര ഉണ്ട്? 2 Na+ ഉണ്ട്.
അയോൺസുകളുണ്ട്. ആൻഡ് SO4 എത്രയുണ്ട്? 1 SO4 2 - അയോൺസുകളുണ്ട്. അപ്പം Na പ്ലസ് അയോൺ പ്രസന്റ് ആയിട്ടുള്ള എങ്ങനെയാണ് 2 ഇൻറ്റു എത്ര 2 എന്നല്ല 2 ഇൻറ്റു നമുക്ക് 2.022 ഇൻറ്റു 10⁻22 അപ്പൊ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര ഇടും 6 ഇൻറ്റു 2 എന്ന് 12 അതായത് 1.204 ഇൻറ്റു 10⁻23 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ ദെൻ ഇനി അപ്പൊ സൾഫറും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അത് തീരും. സൾഫറിന്റെ അപ്പൊ എത്ര സൾഫർ 1 അപ്പൊ 1 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻22 എന്ന് പറഞ്ഞാൽ അത് തന്നെ 0.22 ഇൻറ്റു 10⁻23 എത്രയായി. ഓക്കെ അത്രയാണ് ആ പ്രോബ്ലംസിൽ നമുക്ക് ചെയ്യാനുള്ളത്.